ഹലോ ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രം 80 കോടി കടന്ന് മുന്നോട്ട് കുതിക്കുകയാണ്. ഈ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എത്ര നേടണം എന്നുള്ളതാണ് ചോദ്യം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. സിനിമയുടെ ബഡ്ജറ്റായി പുറത്തു വരുന്ന കണക്കുകൾ പലതാണെങ്കിലും ഏറെയും നമ്മൾ കേൾക്കുന്നത് 10 കോടി എന്നുള്ളതാണ്. ഇതിനകത്തിൽ തന്നെ മമ്മൂട്ടിയുടെ പ്രതിഫലം കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ പ്രതിഫലം കൂട്ടുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ 10 കോടി മുതൽ മുടക്കുള്ള ഒരു സിനിമ വിജയിക്കണമെങ്കിൽ ഏകദേശം ബോക്സ് ഓഫീസിൽ നിന്ന് 22.5 കോടിക്ക് മുകളിൽ വേണം. 22, 24 കോടി എന്ന് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു 12 ദിനങ്ങൾ കൊണ്ട് സിനിമ നേടിയിരിക്കുന്നത് ഏകദേശം 34.5 കോടിയോളമാണ്. സിനിമയ്ക്ക് വേണ്ടത് 22 തൊട്ട് 24 കോടി റേഞ്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമ വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയിരിക്കുകയാണ്. സിനിമയുടെ ഷെയർ തന്നെ ഏകദേശം 15-16 കോടിക്ക് മുകളിലാണ്. 10 കോടി മുതൽ മുടക്കിൽ വരുന്ന ഒരു സിനിമയ്ക്ക് 16 കോടിക്ക് മുകളിൽ കാശ് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ 6 കോടിയോളം ലാഭത്തിലേക്ക് ആ സിനിമ എത്തുന്നു. ഇത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഈ പറഞ്ഞ പോലെ 80 കോടി കടന്നിരിക്കുന്നത്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് ഏകദേശം 38-40 കോടിക്ക് അടുത്ത് എന്നുള്ള കണക്കുകൾ തന്നെ പറയാം. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് 6 കോടിക്ക് മുകളിലും. ഇതെല്ലാം ഇനിയും പലരും പല രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു സിനിമ പുറത്തേക്ക് കൊടുക്കുമ്പോൾ, കേരളത്തിന് പുറത്തേക്ക് കൊടുക്കുമ്പോൾ അതെല്ലാം തന്നെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു തുക പറഞ്ഞുറപ്പിച്ചിട്ടായിരിക്കും അവിടേക്ക് കൊടുക്കുക. ഇപ്പോൾ ഗൾഫിലാണെങ്കിൽ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക എമൗണ്ടിനായിരിക്കാം. ഒരുപക്ഷെ ഒരു 10 കോടിക്കോ 15 കോടിക്കോ ഒക്കെ ആയിരിക്കാം. അപ്പോൾ അത് തന്നെയാണ് പ്രൊഡ്യൂസർക്ക് ആദ്യം ലഭിക്കുന്ന കണക്കും. അതിൽ നിന്ന് എത്രത്തോളം കളക്ട് ചെയ്ത് കഴിഞ്ഞാലും അത് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന ആളുടെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊരു മമ്മൂട്ടി സിനിമയുടെ അല്ല, ഏത് സിനിമയുടെ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇനിയും അതൊക്കെ വിട്ടിട്ട് നോക്കുകയാണെങ്കിൽ 80 കോടി നേടിയ ഒരു ചിത്രം ഒരു 10 കോടി മുതൽ മുടക്കിൽ വരുമ്പോൾ അതൊരു വമ്പൻ വിജയമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. നമ്മൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ എപ്പോഴും മനസ്സിൽ വെക്കുക. വിദേശ രാജ്യങ്ങൾ അന്യഭാഷയിലൊക്കെ കൊടുക്കുമ്പോൾ അവിടുത്തെ റൈറ്റ്സ് മാത്രമാണ് പ്രൊഡ്യൂസർക്ക് ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാലും ഈ ഒരു സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു കണ്ണൂർ സ്കോഡിനും ശേഷം വീണ്ടും ഒരു 80 കോടി ക്ലബിലേക്ക് മമ്മൂട്ടി എത്തുന്നു. എന്തായാലും ഈ സിനിമ ഇതുവരെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും സിനിമ തിയേറ്ററിൽ പോയി കാണാം. ഇതിനോടൊപ്പം തന്നെ 17 പലരെയും ഒരു തർക്കങ്ങളുണ്ട്. 7,000 കേരള ബോക്സ് ഓഫീസിൽ ഈ സിനിമ കണ്ടു മാത്രമല്ല വേൾഡ് വൈഡ് ആണ്. പലപ്പോഴും ഇന്നലെയും വിറ്റുപോയത് ഏകദേശം 12,000 മുകളിലുള്ള ടിക്കറ്റുകളാണ്. 17,000 മുകളിലുള്ള ഷോകളാണ് സിനിമയ്ക്ക് കേരള ബോക്സ് ഓഫീസിൽ അവിടെ നിന്ന് വരെ ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് അപ്പോൾ ഒരിക്കലും ആരൊക്കെയാണ് ഈ 50 കോടിയിൽ പുറമെയുള്ള OTT സാറ്റലൈറ്റ് റൈറ്റ്സ് എല്ലാം തന്നെ 100 കോടിക്ക് ഡയറക്റ്റ് കിട്ടുന്നു. ടാക്സ് മാത്രം അതിനകത്ത് കുറയുന്നു എന്നുള്ളത്. താങ്ക് യു ബ്രോ. എന്തായാലും വമ്പൻ വിജയമായിരിക്കുകയാണ് ഈ സിനിമ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട്